ഭാരതീയമായിട്ടുള്ള അറിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഒരു സാമാന്യമായിട്ടുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ചില പഴയ വീടുകളിൽ ഇരുന്നിട്ട് ചെതലരിച്ച് പോയിട്ടുള്ള താളിയോലകൾ, എന്താണ് എഴുതിയതെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് വെറും ഓലക്കെട്ടുകളായി മാറിപ്പോയിട്ടുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അങ്ങ് ഈ താളിയോലകളുടെ സംരക്ഷണത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് ഈ വിജ്ഞാന ശാഖയുടെ അകത്തേക്കുള്ളൊരു എൻട്രി കാര്യമായിട്ടുണ്ടായത്. ആ ഒരു യാത്രയൊന്ന് വിവരിക്കാമോ? ഇപ്പോൾ രാജി പറഞ്ഞ മാതിരി തന്നെ ഒരു മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് എന്നാവണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനൊരു യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ആരംഭം എന്ന് പറയുന്നത് ചിന്മയ മിഷൻ്റെ ഒരു കാലഘട്ടമാണ്. ഒരു 2000 കാലഘട്ടത്തിൽ വാസുദേവൻ പോറ്റി സാറിൻ്റെ നമുക്ക് ഏറ്റവും കേരളത്തിലെ പ്രധാനമായിരിക്കുന്ന ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെയും മീമാംസാ ശാസ്ത്ര ഭാഷ്യത്തിൻ്റെയും ഒരു ക്രിറ്റിസിസം തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിന്മയ മിഷൻ തുടങ്ങിയിട്ടില്ല, അതായത് ചിന്മയ ശോധ സംസ്ഥാനം ഒന്നും വന്നിട്ടില്ല ആ സമയത്ത്. ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സെൻറ്ററാണ്. അതിൽ AR അയ്യങ്കാർ സാറാണ് അതിൻ്റെ ലീഡ് ചെയ്യുന്നത്. അവിടുത്തെ ചിദാനന്ദ സ്വാമിജിയാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞങ്ങൾ പഠനം തുടങ്ങുന്നു പോറ്റി സാറിൻ്റെ കീഴിൽ. ആ സമയത്ത് ശാബര ഭാഷ്യത്തിൻ്റെ ക്രിറ്റിസിസം വരുന്ന സമയത്താണ് മാനുസ്ക്രിപ്റ്റ് വേണം വായിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു സ്കോളർ വരും, ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ 6 മാസം കൂടുമ്പോഴൊക്കെ വരും. അദ്ദേഹം വായിക്കും, ഞങ്ങളെല്ലാം ഇരിക്കും. അപ്പോൾ ഡിപ്പെൻഡബിലിറ്റിയാണ്. ഇദ്ദേഹം വരുന്നോ നോക്കി ഞങ്ങളിരിക്കണം. അപ്പോൾ 3-4 മാസം കഴിഞ്ഞപ്പോൾ പറ്റാതെയായി, കാരണം ഈ വെയിറ്റിംഗ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അയ്യങ്കാർ സാറിൻ്റെ അടുത്ത് പറയുന്നു, സാർ നമുക്കൊരു ക്ലാസ് എന്തെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു മാധ്യമം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പഠിച്ചുകൂടെ? അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ചെയ്തു തരില്ല, സ്വയം ചെയ്യൂ, ബാക്കിയുള്ളതെല്ലാം ചെയ്തു തരാണ്. അങ്ങനെയാണ് കേരളത്തിൽ മാനുസ്ക്രിപ്റ്റോളജി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് 2000 ആ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നു. ആ സമയത്ത് AR അയ്യങ്കാർ ഉൾപ്പെടെയുള്ളവർ, വാഖങ്കർ സാറ്, ശാസ്ത്രി സാറ്, ഷാജിയേട്ടൻ, വിശാലാഷ് ടീച്ചർ, അങ്ങനെ കുറേ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഞങ്ങളൊരു 10-15 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തി. വാഖങ്കർ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള സംസ്കൃത വ്യാകരണം നന്നായിട്ട് അറിയുന്ന ഒരാൾ എന്ന നിലയിൽ മാനുസ്ക്രിപ്റ്റോളജി തുടങ്ങും, പഠിക്കാം. എൻ്റെ യാത്രയിൽ എനിക്ക് 25 വർഷത്തെ പ്രൊഫഷണൽ മാനുസ്ക്രിപ്റ്റോളജി എനിക്ക് തോന്നിയത് ഈ അടുത്ത കാലം വരെ, ഒരു 10-15 വർഷം വരെ എനിക്ക് തോന്നി രാജീവ്ജി പറഞ്ഞ അതേ സാധനം വരെ എനിക്ക് തോന്നിയിരുന്നത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭാരതത്തിൽ ഞങ്ങളുടെ കണക്കനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കൾച്ചറൽ മിനിസ്ട്രിയുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 50 ലക്ഷത്തിലധികം താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. 50 ലക്ഷം അധികം. അതും ഔട്ട് ഓഫ് ആണ്. അതിപ്പോൾ നമ്മൾ കണക്കനുസരിച്ച് നോക്കിയാൽ അത്രയാണ്. ഇനിയും പ്രൈവറ്റ് സെക്ടറിൽ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ മലയാളത്തിൻ്റെ തന്നെ 23-ലധികം വകഭേദങ്ങളാണ് വട്ടെഴുത്തിന്. തമിഴ്നാട്ടിൽ പോയ ഗ്രന്ഥ, കർണാടകയിൽ പോയ അളകന്നഡ, തിഗ്ലാരി, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത മേഖലകളിൽ കിട്ടും. ഇങ്ങനെ ഓരോ പറഞ്ഞതൊക്കെ എന്താണ്, നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റുകൾ വേറെ വേറെയാണ്. ഓക്കെ. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ സാധാരണ സംസ്കൃതം എഴുതാൻ പൂർണ്ണ ഭാഷ ഇല്ല അവർക്ക്. അപ്പോൾ അവർക്ക് സംസ്കൃതം എഴുതാൻ ഒരു ഭാഷ, ഒരു ലിപി വേണം. അതിനവരുണ്ടാക്കിയ ഇതാണ് ഗ്രന്ഥ. അപ്പോൾ അവർക്ക് അത് എഴുതാൻ പറ്റും. ഇപ്പോൾ ഖ എന്ന് എഴുതാനായിട്ട് അവർക്ക് പറ്റാത്തതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒരു ഗ്രന്ഥ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. തമിഴ്നാട് കർണാടക ബോർഡറിൽ വരുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. സ്ക്രിപ്റ്റ് രണ്ടും കൂടെ ചേരും. അപ്പോൾ അവിടെ തിഗ്ലാരി, രണ്ടും കൂടെ മലയാളമുണ്ട്, ഗ്രന്ഥയുണ്ട്, തമിഴിൻ്റെ കുറച്ച് വേരിയേഷൻസ് വരും. ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും പഴയ സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ്. എഴുതിയിരിക്കുന്ന സംസ്കൃതമാവും, പക്ഷേ ലിപി മലയാളത്തിൻ്റെ ഇതിലും വരും, കന്നഡയുടെ ഇതിലും വരും, അളകന്നഡയിലും വരും, തിഗ്ലാരിയിലും വരും, എല്ലാത്തിലും വരും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ വട്ടെഴുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 20-23 വേരിയേഷൻസ് വരും. എഴുതുന്ന ആൾക്കനുസരിച്ച് അതിൻ്റെ സ്റ്റൈൽ ഓഫ് ഇതൊക്കെ മാറും, ഏരിയ അനുസരിച്ച് മാറും. 20-25 കിലോമീറ്റർ കഴിഞ്ഞാൽ ഭാഷയുടെ വ്യത്യാസം വരും, എഴുതുന്നതിൻ്റെ ഇതിൻ്റെ എല്ലാം. ഇതിനെ തിരിച്ചറിയുക എന്നാണ് ടാർഗറ്റ്. അപ്പോൾ ഒരു മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിപി തിരിച്ചറിഞ്ഞു കൊള്ളണം. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് ഇന്ന് എന്തുകൊണ്ട് കുട്ടികൾക്ക് അതിൽ ഹോൾഡ് കിട്ടാത്തതെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇന്ന് പഠിക്കുന്നത് ശാസ്ത്രം, പ്രത്യേകിച്ച് ഞാൻ സംസ്കൃത വിദ്യാർത്ഥികൾ പറയാം, ഞാൻ വ്യാകരണ വിദ്യാർത്ഥിയാണ്, ഞാൻ സാഹിത്യ വിദ്യാർത്ഥിയാണ്, ന്യായ വിദ്യാർത്ഥിയാണെന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് മാനുസ്ക്രിപ്റ്റോളജിയിൽ ജയിക്കാനാവില്ല. കാരണം ഇവിടെ മൾട്ടി സബ്ജക്റ്റ് വേണം. കാരണം നിങ്ങളുടെ മുമ്പിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വൈദ്യമഠത്തിൽ തുടങ്ങിയിരുന്നു ഒരു വർക്കിൽ ഇതേപോലെ. ഇപ്പോൾ വൈദ്യമഠത്തിൽ ഒരു 4000 താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. ഈ 4000-ലധികം ഡിസ്ക്രിപ്റ്റീവ് കാറ്റലോഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഈ 4000-ൽ മൾട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് വരും. അത് വേദമാവാം, ജ്യോതിഷമാവാം, തന്ത്രമാവാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഇല്ലെങ്കിൽ
നിങ്ങൾ കളത്തിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ന്യായ വിദ്യാർത്ഥിയാണോ എന്നല്ല മാനസ്ക്രിപ്റ്റോളജി ചോദിക്കുക, ശാസ്ത്രം അറിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു 15 വർഷത്തോളം ഞാനിത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അങ്ങ് പറഞ്ഞ മാതിരി ഇത് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോയല്ലോ, ഇപ്പോൾ നമ്മളൊരു നളന്ദ തക്ഷശിലയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയും. ഭയങ്കര സങ്കടമായിരുന്നു ഒരു വിദ്യാർത്ഥി എന്നതിൽ. ഇത്രയധികം താളിയോല ഗ്രന്ഥങ്ങളിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 5 മുതൽ 10 ലക്ഷത്തോളമെങ്കിലും എൻ്റെ കയ്യിൽ കൂടെ ബുക്കുകൾ പോയിട്ടുണ്ട്. ഓൾ ഓവർ ഇന്ത്യ യാത്ര ചെയ്തിട്ടുണ്ട്, കശ്മീർ ടു കന്യാകുമാരി എല്ലാ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കര സങ്കടമായിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ ഗുരുനാഥനടുത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഇതേപോലെ അങ്ങ് ചോദിച്ചാൽ അവർ നളന്ദ തക്ഷശിലയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ ഒറ്റ ചിരിച്ചു പറഞ്ഞു, ഇവിടെയാണ് ഭാരതീയ പാരമ്പര്യവും മറ്റ് സ്ഥലങ്ങളിലെ പാരമ്പര്യവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ വയസ്സായിട്ടുള്ള ആളില്ലേ, 73 വയസ്സെങ്കിലും ഉണ്ട്, നിങ്ങളൊരു 10 പേര് ചെല്ലും, അതിനുശേഷം ഇന്ന വിഷയത്തിൽ പറയണമെന്ന് പറയും, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞോളൂ. കാരണം ശ്രുതി പരമ്പരയാണ് ഭാരതത്തിൻ്റെ ബലം. ബുക്ക് പോയാൽ, ഗ്രന്ഥം പോയാൽ ശാസ്ത്രം നശിക്കില്ല. ഭാരതത്തിൽ ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഏത് പരമ്പരയും തിരിച്ചു പിടിക്കണം. ഇതാണ്. ഇപ്പം എൻ്റെ അടുത്ത് രാജീവ് ചോദിക്കാൻ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഭാരതത്തിലെ ഒരു ഗുരുനാഥൻ ജീവിച്ചിരുന്നാൽ ഭാരതത്തിൻ്റെ സകല ഗ്രന്ഥങ്ങളും തിരിച്ചു വരും. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു, ഒരു 50 ലക്ഷം താളിയോല ഗ്രന്ഥങ്ങളുടെ ഭാരതത്തിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ കുട്ടികൾ വരണം, മുമ്പിലേക്ക് വരണം. ഗുരുനാഥന്മാരിയ്ക്കുമ്പോഴും ആ ഗ്രന്ഥം എഴുതിയത് അത്രമാത്രം കഷ്ടപ്പെട്ടാണ്. അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ നമ്മൾ തിരിച്ചു വന്നേ പറ്റൂ. നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷേ കളത്തിലിറങ്ങി കളിക്കാനുള്ള കുട്ടികൾ പുറത്തേക്ക് എടുക്കാൻ ആളുകൾ കുറവാണ്. വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നിയത് ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ 2 ഭാഗങ്ങളിൽ ലോ ക്രിറ്റിസിസം മാത്രമാണ് നമ്മൾ വളരെ കുറച്ച് പഠിച്ചു വരുന്നത്. ലിറ്റററി ക്രിറ്റിസിസം ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. അതെ.